ഹായ് അമിഗോസ്, എങ്ങനെ ഒരു കോഡ്വെയർ നിർമ്മിക്കാമെന്ന വീഡിയോയുടെ പാർട്ട് 2 ആണിത്. ഇതിൻ്റെ പാർട്ട് 1 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ദയവായി അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 വയറിൻ്റെയും ഇൻസുലേഷൻ റിമൂവ് ചെയ്യുന്നവരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഞങ്ങൾ ഈ ഗ്രീൻ വയർ പ്ലഗ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ പോകുകയാണ്. അതിനു മുമ്പ് ഈ വയർ കൈ ഉപയോഗിച്ച് ഒന്ന് പിരിക്കുക. പ്ലഗ് പോയിന്റിലെ മുകളിലെ വണ്ണം കൂടിയ ലൈനാണ് എർത്ത് ലൈൻ. വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ടെസ്റ്റർ എടുത്ത് അവിടെയുള്ള സ്ക്രൂ ലൂസ് ആക്കുക. ശേഷം അതിലേക്ക് ഗ്രീൻ വയർ ഇടുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ഒരിക്കലും വയർ ഇടരുത്. വയർ ഇടുമ്പോൾ ഇൻസുലേഷൻ ഉള്ള ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പോകരുത്, അത് തെറ്റാണ്. പകരം ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കോപ്പർ ഭാഗം മാത്രമേ ഉള്ളിൽ പോകാൻ പറ്റുകയുള്ളൂ. അതാണ് ശരിയായ രീതി. ശേഷം ആ സ്ക്രൂ ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. അടുത്തതായി DP സ്വിച്ചിൻ്റെ മുകളിലത്തെ 2 സ്ക്രൂവും ലൂസ് ആക്കുക. ശേഷം റെഡ് വയർ വീഡിയോയിലെ പോലെ വലത്തെ ഹോളിൽ ഇടുക. ശേഷം അത് ടെസ്റ്റർ കൊണ്ട് ടൈറ്റ് ചെയ്യുക. അടുത്തതായി ബ്ലാക്ക് വയർ വീഡിയോയിലെ പോലെ ഇടതേ ഹോളിൽ ഇടുക. ശേഷം അതും ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. ശേഷം 2 1 സ്ക്വയർ വയർ എടുത്ത് ഇരു വയറിൻ്റെയും 2 എൻഡിലെയും ഇൻസുലേഷൻ റിമൂവ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ സോക്കറ്റിൻ്റെ ഇടതുവശത്തുള്ള സ്ക്രൂ ഒന്ന് ലൂസ് ആക്കുക. ശേഷം ആ 1 സ്ക്വയർ വയറിൽ ഒന്നെടുത്ത് അതിൻ്റെ ഒരു എൻഡ് നമ്മൾ നേരത്തെ സ്ക്രൂ ലൂസാക്കിയ ആ ഹോളിലേക്കിട്ട് സ്ക്രൂ ടെസ്റ്റർ ഉപയോഗിച്ച് നല്ലവണ്ണം ടൈറ്റ് ചെയ്യുക. ആ വയറിൻ്റെ മറ്റേ എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ വയർ മാത്രമായി ഇടുമ്പോൾ അതിൻ്റെ എൻഡ് ഒന്ന് ഫോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത ശേഷം അത് ലൂസായി റിട്ടേൺ വരും. ശേഷം DP സ്വിച്ചിൻ്റെ താഴ്ഭാഗത്തുള്ള 2 സ്ക്രൂവും ലൂസാക്കുക. ശേഷം വലത്തെ ഹോളിലേക്ക് വയറിൻ്റെ മറ്റേ എൻഡും DP സ്വിച്ചിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വെള്ള വയറുമിട്ട് അതിൻ്റെ സ്ക്രൂ ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക. ശേഷം രണ്ടാമത്തെ 1 സ്ക്വയർ വയർ എടുത്ത് അതിൻ്റെ ഒരു എൻഡ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത എൻഡും DP സ്വിച്ചിൻ്റെ ലൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വൈറ്റ് വയറും കൂടി DP സ്വിച്ചിൻ്റെ താഴ്ഭാഗത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഹോളിലേക്കിട്ട് അതിൻ്റെ സ്ക്രൂ ടെസ്റ്റർ കൊണ്ട് ടൈറ്റ് ആക്കുക. അടുത്തതായി ആ 1 സ്ക്വയർ വയറിൻ്റെ മറ്റേ എൻഡ് ഫോൾഡ് ചെയ്യുക. ശേഷം സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്ക്രൂ ലൂസ് ചെയ്ത് ആ ഹോളിലേക്ക് 1 സ്ക്വയർ വയറിൻ്റെ എൻഡ് കയറ്റുക. ശേഷം ആ സ്ക്രൂ ടെസ്റ്റർ ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക. നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഫോളോ ചെയ്ത് വീഡിയോക്കൊരു ലൈക്ക് കൂടി കൊടുക്കണേ. ഇതാണ് ഫേസ് വയർ. സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും. ഇതാണ് ന്യൂട്രൽ വയർ. ഇതും സ്വിച്ച് ഓണാക്കുമ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തും. ഇതാണ് 32 ആംപ്സ് DP സ്വിച്ചിൻ്റെ ഗുണം. DP സ്വിച്ച് ഓണാക്കുമ്പോൾ മാത്രമേ ഫേസും ന്യൂട്രലും വയറിൽ ഒരുമിച്ച് കിട്ടുകയുള്ളൂ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
മറ്റേത് വൺ വേ സ്വിച്ച് ആകുമ്പോൾ ന്യൂട്രൽ എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെ ആയാൽ ഇപ്പോൾ എന്താ? സാധാരണഗതിയിൽ സോക്കറ്റിൻ്റെ വലത് ഫേസ് ലൈനും ഇടത് ന്യൂട്രൽ ലൈനുമാണ് കൊടുക്കാറുള്ളത്. ഇത് നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ്റെ സൗകര്യത്തിനനുസരിച്ച് തലതിരിച്ച് കൊടുത്താലും അഥവാ വലത് ന്യൂട്രൽ ലൈനും ഇടത് ഫേസ് ലൈനും കൊടുത്താലും അതിൽ കറണ്ട് കിട്ടും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കോഡ് വയറിൻ്റെ സ്വിച്ച് ഉപയോഗിച്ച് ഡിവൈസ് ഓണും ഓഫും ചെയ്യാൻ കഴിയില്ല. കാരണം ഡിവൈസിൽ എപ്പോഴും കറണ്ട് ഉള്ളത് കാരണം അതെപ്പോഴും ഓൺ ആയിരിക്കും. പകരം DP സ്വിച്ച് ഉപയോഗിക്കുമ്പോൾ മേൽപ്പറഞ്ഞ രണ്ട് രീതിയിലും ഫേസും ന്യൂട്രലും കൊടുത്താലും DP സ്വിച്ച് ഓണാക്കിയാൽ മാത്രമേ കോഡ് വയറിൽ കറണ്ട് കിട്ടൂ. 32 ആംസ് മുതലാണ് DP സ്വിച്ച് ഉള്ളത്. അതുകൊണ്ടാണ് സോക്കറ്റ് 16 ആംസിൻ്റെ ആയിട്ടും സ്വിച്ച് 32 ആംസിൻ്റെ DP സ്വിച്ച് തന്നെ വാങ്ങിയത്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഞങ്ങൾ പാർട്ട് 3 വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ പാർട്ട് 3 വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ ഗായ്സ്.